ഈ കാണുന്ന ഫുള്ള് മസാല തേച്ച ചിക്കൻ ഇങ്ങനെ എയർ ഫ്രൈ ആക്കി കഴിക്കാനുള്ള കാരണം ഇത് മാത്രമാണ്. അതെ, ഞാൻ വെയിറ്റ് ലോസിന്റെ ഭാഗമായിട്ട് റീസെന്റ് ഒരു ജിമ്മിൽ പോയി ചേർന്നിട്ടുണ്ടായിരുന്നു. ഡയറ്റിലെ ഏറ്റവും കൂടുതലുള്ള സാധനമാണ് ചിക്കൻ, അതും എണ്ണയൊന്നുമില്ലാതെ എയർ ഫ്രൈ ചിക്കൻ. ഒന്നും നോക്കിയില്ല, ബ്ലൂബെറീസിന്റെ 8 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഡിജിറ്റൽ എയർ ഫ്രയർ അങ്ങോട്ട് വാങ്ങി അരോമ 8. ഇന്ന് ചിക്കൻ സെറ്റ് ചെയ്യാൻ പോണത് ഇത് വെച്ചിട്ടാണ്. വാ. കേരളത്തിലെ ഒരുവിധം എല്ലാ ലീഡിംഗ് സ്റ്റോറിലും ബ്ലൂബെറീസിന്റെ ഈ ഒരു ഡിജിറ്റൽ എയർ ഫ്രയർ അവൈലബിൾ ആണ്. അതിനിപ്പോൾ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും സ്പെഷ്യൽ ഓണം ഓഫറും ഉണ്ട്. വളരെ എളുപ്പത്തിൽ ആർക്ക് വേണമെങ്കിലും കുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനാണിന്ന് കുക്ക് ചെയ്യാൻ പോണത്. എയർ ഫ്രയറിന്റെ ട്രേ ഒക്കെ നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റും. അതിന് തന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, പെപ്പർ, ഉപ്പെല്ലാം കൂടെ കൂട്ടി മസാല ഒന്ന് സെറ്റാക്കി അതിൻ്റെ കൂടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇട്ട് അങ്ങോട്ട് സെറ്റാക്കിയിട്ട് നേരെ ഫുൾ ചിക്കൻ്റെ മുകളിൽ മസാല തേച്ച് ഒരു 2 മണിക്കൂർ വെച്ച് നേരെ എയർ ഫ്രൈയിലേക്ക് അങ്ങോട്ട് ഇട്ടു. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഓപ്ഷൻ ഉണ്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഈ ചിക്കൻ ആണെങ്കിൽ ചിക്കൻ സെറ്റ് ചെയ്യാം, ഇനിയിപ്പം ഫ്രൈസ് ആണെങ്കിൽ ഫ്രൈസ് സെറ്റ് ചെയ്യാം. അങ്ങനെ ചിക്കൻ ഞാൻ സെറ്റ് ചെയ്ത് ഒരു 30 മിനിറ്റ്, ഒരു സൈഡ് 30 മിനിറ്റ് കറക്റ്റ് വെന്ത് ഇങ്ങോട്ട് കിട്ടി. ആ ചിക്കൻ്റെ നെയ്യൊക്കെ അതിൽ ഇങ്ങനെ ഉരുകി വന്നിട്ടുണ്ടായിരുന്നു. വീണ്ടും ഞാൻ ചിക്കൻ ഒന്നുകൂടെ മറിച്ചിട്ടിട്ട് ഒന്നുകൂടെ കുറച്ച് ടൈമും കൂടി അങ്ങോട്ട് വേവിച്ചു. നല്ലൊരു മണം വരുന്നുണ്ട്, കിടിലനാണ്. ഉള്ളിൽ കൂടെ ഒന്ന് നോക്കിയാൽ കാണാം. അത് ചിക്കൻ അങ്ങോട്ട് എടുത്തപ്പോഴേക്കിങ്ങനെ സംഭവം സെറ്റാണ്. അതായത് ഓയിലൊന്നും ഇല്ലാത്ത വളരെ ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ. അപ്പോൾ വീട്ടിൽ എയർ ഫ്രയർ ശീലാക്കി കഴിഞ്ഞാൽ നല്ലൊരു ലൈഫ് സ്റ്റൈൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. വേറെ വീഡിയോ കാണാം. ബൈ.